ഹലോ ഗൈസ്, ഇതേ ഒക്ടോബർ 31 ട്രിക്ക് ഓർ ട്രീറ്റിന് ഹാലോവിൻ്റെ അന്ന് പോയതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ആ കമ്മ്യൂണിറ്റിയിലാണ് ഞങ്ങൾ പോയത്. അതൊരു $1 മില്യൺ വീടുകളുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം നല്ല ഗുഡ് ചോക്ലേറ്റ്സ് ആയിരുന്നു കൊടുത്തിരുന്നത് കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടെ എല്ലാ വീടുകളിലൊന്നും കൊടുത്തിരുന്നില്ല, ചില വീടുകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ആ കൊടുക്കുന്ന വീടുകൾ ഇങ്ങനെ തേടി പിടിച്ച് പോകും. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള വീടുകളാണ് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുക. പിന്നെ ഈ ഹാലോവിൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് സെലിബ്രേറ്റ് ചെയ്യുന്ന കൺട്രികളിലൊക്കെ ഇറ്റ്സ് $1 മില്യൺ ബിസിനസ്സാണ് ശരിക്കും. ഇത് കണ്ടോ, ഈ ഡെക്കറേറ്റ് ചെയ്യുന്ന ഈ ഐറ്റംസൊക്കെ ഇതുപോലെ എത്ര പേരാണ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത സാധനങ്ങൾ മേടിക്കാമെന്നറിയാം. അതുപോലെ ഈ കുട്ടികളിടുന്ന കോസ്റ്റ്യൂം, കുട്ടികൾ മാത്രമല്ല അഡൾട്ട്സും. അപ്പോൾ അവിടെ ഒരു ലേഡി ഇരിക്കുന്നത് ഏതോ ഒരു സിനിമയില്ലേ, ഒരു കന്യാസ്ത്രീ കൊല്ലാൻ വരുന്ന സിനിമയുടെ പേരൊന്നും എനിക്കറിയില്ല, അതിലെ കോസ്റ്റ്യൂം ഇട്ടിട്ടാണ്. ഫണ്ണി ആയിട്ടുള്ള കോസ്റ്റ്യൂം, പേടിപ്പിക്കുന്ന കോസ്റ്റ്യൂം, ക്യൂട്ട് കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ആളുകൾ ഇങ്ങനെ നടക്കും. അപ്പോൾ ഇതൊക്കെ സെല്ല് ചെയ്യുന്ന ഒരു ബിസിനസ്, ഇതൊക്കെ തുണി ഉണ്ടാക്കുന്നവർക്കുടെ ബിസിനസ്, മിഠായികളുടെ ബിസിനസ്. അപ്പം മിഠായികളൊക്കെ ഈ സീസണിൽ ഇറങ്ങുന്നതിനൊക്കെ ഹാലോവിൻ്റെ തീമിൻ്റെ പാക്കറ്റുകളായിരിക്കും. ഹാലോവിൻ കഴിയുമ്പോൾ ഇതൊക്കെ ഈ മിഠായികളൊക്കെ അവർ സെയിലിനിടും, കാരണം അത് ഹാലോവിൻ തീംഡ് പാക്കറ്റ്സ് ആയതുകൊണ്ട്. അല്ലാതെയുള്ള മിഠായികളൊന്നും സെയിലിടേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടോ, അസ്ഥികൂടങ്ങൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇറ്റ്സ് $1 മില്യൺ ബില്യൺ ബിസിനസ്സാണ് ശരിക്കും. ഈ ഹാലോവിൻ സമയത്ത് എത്ര $1 മില്യൺ ചോക്ലേറ്റ്സ് ആണ് സെല്ല് ചെയ്യാമെന്നറിയോ. ചില ആളുകൾ മിഠായി, ഇപ്പോൾ ഗ്രാൻഡ് പാരൻസൊക്കെ വേറെ സ്റ്റേറ്റിലാണ് അവിടെ കുട്ടികളെന്നുണ്ടെങ്കിൽ മിഠായി പോസ്റ്റ് ഓഫീസ് ത്രൂ അല്ലെങ്കിൽ ഫെഡെക്സ് ത്രൂ ഒക്കെ ചോക്ലേറ്റ് കുട്ടികൾക്ക്, പേരക്കുട്ടികൾക്ക് അയച്ചു കൊടുക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ഈ ഹാലോവിൻ സെലിബ്രേറ്റ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഈ ഹാലോവിൻ എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. ഇനിയിപ്പോൾ അതും നാട്ടിലും തുടങ്ങാൻ സാധ്യതയുണ്ട്, കാരണം ഈ സോഷ്യൽ മീഡിയ ആണല്ലോ നമ്മുടെ ലോകത്തിനെ എല്ലാം ഒരു കുടക്കീഴിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ് കാണുമ്പോൾ നമ്മുടെ നാട്ടിലും ചെറുതായിട്ടൊരു ഇളക്കമൊക്കെ തുടങ്ങും. ഇപ്പം എനിക്ക് തോന്നുന്നു ലുലു മോളിലൊക്കെ ഒരു ഹാലോവിൻ്റെ ഒരു ചെറിയ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. പണ്ട് ഞാൻ ഈ ഒരു ഹാലോവിൻ്റെ പരിപാടി കണ്ടത് ചൈന ടൗൺ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമയിലാണ്. അന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് പരിപാടിയാണ്. പക്ഷേ ഇവിടെ US വന്നപ്പോഴാണ് ഇതെന്താണ് സംഭവം എന്നൊക്കെ മനസ്സിലായത്. കുട്ടികൾക്ക് ശരിക്കും ഇത് നല്ലൊരു ഫൺ ഡേ ആണ് കേട്ടോ. ഈ ഒരു സൈഡിലുണ്ടല്ലോ, ഇത് കണ്ടോ, അവർ നന്നായിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചിലപ്പോൾ വർഷങ്ങളായിട്ട് അവർ ഓരോന്ന് മേടിച്ചിട്ട് സെറ്റപ്പ് ആക്കിയതായിരിക്കും കേട്ടോ, ഇത്രയും അലങ്കാരങ്ങൾ. അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരുപാട് പ്രൈസാവും, വിലയാണ് ഇതിനൊക്കെ. പിന്നെ ഈ പുറത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, ചില ആളുകൾ മോഷ്ടിച്ചുകൊണ്ട് പോകും, അങ്ങനെയുണ്ട്. കറണ്ടിൽ കണക്ഷൻ കൊടുത്തിട്ട് എയർ വീർപ്പിച്ച് വെക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടുത്ത് കൂടെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മേത്തേക്ക് ചാടുന്ന ടൈപ്പ്, പേടിപ്പിക്കുന്ന ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും പിള്ളേരുടെ കൂടെ ട്രിക്ക് ഓർ ട്രീറ്റൊക്കെ ചെയ്തു. നല്ല വലിയ കിറ്റ്കാറ്റ്, വലിയ റീസസ്, വലിയ ഹെർഷീസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും മിഠായി തിന്നൊരു പരിവാവും. ഈ കാണുന്ന വീടുണ്ടല്ലോ, ഈ വീട്ടിൽ അവർ ഒരു വലിയ മൂവി സെറ്റപ്പ് ചെയ്ത് ചില്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു അമേരിക്കയിലെ ഒരു ഫുഡ് ഐറ്റമാണ് അതൊക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഇൻ ആൻഡ് ഔട്ടിൻ്റെ തീമിൽ കണ്ടോ, അവരൊരു ജീപ്പിൽ വന്നിട്ട് ഒരാൾ ഇൻ ആൻഡ് ഔട്ടിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്ന പോലെ. അത് ആളല്ല, അസ്ഥികൂടങ്ങൾ. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഇതിൽ കൂടെ ഈ ട്രിക്ക് ഓർ ട്രീറ്റിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പേടിപ്പിക്കുന്ന ഓരോ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് കുട്ടികൾക്ക് ഈ പേടിക്കുന്ന സാധനങ്ങളോടൊക്കെ ഒരു ധൈര്യം വരുന്നു തോന്നണം. ഇപ്പം നേരിട്ടൊരു അസ്ഥികൂടം മുന്നിൽ വന്ന് നിന്നാലും അവർ പേടിക്കാൻ സാധ്യത കുറവാണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ. ഫ്രണ്ടിൻ്റെ അമ്മ മിഠായി കൊടുക്കാതിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു മിഠായി എടുത്തേക്കാന്ന്. ട്രിക്ക് ഓർ ട്രീറ്റൊക്കെ കഴിഞ്ഞ് വാലി മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച ഹാലോവിൻ പാർട്ടിയും കൂടെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.